ഭദ്രേച്ചി, ആഹാ, ഇതുവരെ എഴുന്നേറ്റില്ലേ? എന്തുറക്കായത് ഭദ്രേച്ചി? ദേ ചേച്ചി, 8 മണിയായി. ദേവമ്മ തിരക്കുന്നുണ്ട് കേട്ടോ. നിക്ക്, ഞാൻ ഇപ്പൊ വരാം. അല്ല, എന്തു പറ്റി? അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണല്ലോ. അത് ഞാൻ ഇന്നലെ കിടന്നപ്പോ ഒന്ന് ലേറ്റായി. അല്ല, ഭദ്രേട്ടനല്ലേ ആയിരിക്കുന്നേ? ഏട്ടാ, എന്തു പറ്റി? രാവിലെ തന്നെ നല്ല ആലോചനയിലാണല്ലോ. അല്ല ഏട്ടാ, മഹിയേട്ടൻ എഴുന്നേറ്റില്ലേ? മഹിയേട്ടൻ അഗ്നിയുടെ റൂമിലുണ്ട്. എന്നാ മീനു, നീ പോയി അവരെ വിളിച്ചിട്ട് വാ, ഞങ്ങൾ താഴേക്ക് വന്നേക്കാം. ഓക്കെ ചേച്ചി, രണ്ടാളും വേഗം വന്നേക്കണം. ഇനി പറ, ഏട്ടൻ എന്താ പറ്റിയേ? ഇത് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമെന്നറിയില്ല, പക്ഷേ ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അഗ്നിയല്ല. അവൻ ഇന്നലെ മഹിയേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെന്തോ പ്രോജക്റ്റിൻ്റെ കാര്യവും പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ദേ ഏട്ടാ, രാവിലെ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. വിച്ചു, ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് കള്ളത്തരമായി തോന്നുന്നുണ്ടോ? ഓക്കെ, ഏട്ടൻ പറഞ്ഞ ഞാൻ വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്നലെ എനിക്ക് കുക്ക് ചെയ്ത് തന്നതാരാ? എനിക്കറിഞ്ഞൂടാ, എനിക്ക് ആ കൂടി എന്തോ പോലെ. ആ, നീ വന്നോ? ഭദ്രയെ വിളിക്കാൻ പോയിട്ട് അവളെന്തേ? അത് ചേച്ചി ഭദ്രേട്ടനായിട്ട് സംസാരിച്ചേപ്പോണ്ട് ഞാൻ മഹിയേട്ടനെ അഗ്നിയേട്ടനെ വിളിച്ചിങ്ങ് പോന്നു. എന്നാ നിങ്ങളിരുന്ന് കഴിക്കേ, അതുങ്ങളുടെ സംസാരമൊന്നും ഇപ്പം കഴിയില്ല. ഞാൻ അവരെ പോയി വിളിച്ചിട്ട് വരാം. ഭദ്ര, ഭദ്ര, നിനക്ക് ഏട്ടനെ ഇഷ്ടമാണോ? മിത്തു, നീ എന്തൊക്കെ പറയുന്നത് നിനക്ക് വല്ല ബോധമുണ്ടോ? ഏട്ടാ, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഇത് ഞങ്ങൾ തീർത്തോളാം. നിനക്ക് എന്നെ കണ്ടിട്ട് വല്ല പൊട്ടിയായിട്ട് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഇഷ്ടമായിരുന്നെങ്കിൽ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു നിനക്ക്. ദേ, എല്ലാം കേട്ടതെന്ന് വെച്ച് നിനക്കെല്ലാം പറയാമെന്നല്ല. ദേ ഏട്ടാ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രണ്ടും ഇപ്പം പറഞ്ഞ് തീർത്തോണം, അല്ലാണ്ട് എൻ്റെ പുറകെ വന്ന. ആഹാ, നീ വന്നോ? ബാക്കി രണ്ടും എന്തേ? ഓ, വരുന്നുണ്ട്. മിത്തു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട്. അതാരെക്കാളും നന്നായി ഭദ്രയ്ക്കറിയാം. പിന്നെ ഞങ്ങളുടെ തമ്മിലുള്ള റിലേഷനിൽ ഇത്ര മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏട്ടാ, അത് പിന്നെ നിങ്ങൾ വന്നപ്പോൾ തൊട്ട് അവളുടെ പുറകെ, അവളും അങ്ങനെ തന്നെ. അപ്പം ഞാൻ കരുതി നിങ്ങളെന്തെങ്കിലും, അതുകൊണ്ടാണ്. ഐ എം സോറി. നീ സോറി പറയേണ്ടത് എൻ്റെ അടുത്തല്ല, അവളുടെ അടുത്താണ്. അവൾക്ക് വിഷമങ്ങൾ കാണും. സോറി പറഞ്ഞ് ചെല്ലേണ്ട താമസം അവൾ എന്നെ പഞ്ഞിക്കിടും. അപ്പോൾ ആ തെറ്റിദ്ധാരണയൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. മിത്തു, വാ, വല്ലതും കഴിക്കാം. എൻ്റെ ദേവി, ഇപ്പം ഇവിടെ എന്താ ഉണ്ടായേ? അല്ലച്ച, മറ്റന്നാളല്ലേ അമ്പലത്തിലെ ഉത്സവം തുടങ്ങുന്നത്. അപ്പം അച്ഛനങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? എൻ്റെ അളിയ, അച്ഛന് വയസ്സായില്ലേ. അപ്പം അച്ഛനെങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കുക? അത് കാരണം അച്ഛൻ കുറച്ച് പിള്ളേരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആർക്കാടാ നാറി വയസ്സായത്? നാളെ അങ്ങോട്ട് ചെല്ലണം മോനെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. തിരുമേനിയാണല്ലോ. അച്ഛൻ കോളെടുക്ക്. എന്താ അച്ഛാ, തിരുമേനി എന്താ പറഞ്ഞേ? അത്യാവശ്യമായിട്ട് നമ്മളെല്ലാവരും കൂടി തിരുമേനിയെ ചെന്ന് കാണാൻ പറഞ്ഞു. അതെന്തിനാ അറിയില്ല, പക്ഷെ പിള്ളേരെ കൂട്ടണ്ടെന്നാ പറഞ്ഞേ. നിങ്ങൾ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ലേ? അതിന് അതുങ്ങൾ നാലും വരണ്ടേ അമ്മേ? നമ്മളെപ്പോലെ ആണോടാ? അവർക്ക് ഒരുങ്ങി വരാൻ കുറച്ച് സമയം എടുക്കത്തില്ലേ? ഓ, ഞാൻ എത്തിയേ.
അതുങ്ങൾ മൂന്ന് ഒരുങ്ങാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴൊന്നും നോക്കണ്ട. ഓ, ഞാനെത്തിയേ. ഈ ഓരോരുത്തരായി വരാതെ നിനക്ക് കൂടി ഒന്നിച്ച് വന്നൂടെ? ദേ വരുന്നുണ്ടല്ലോ. ഇനി നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അഗ്നി വരാനുണ്ട്. അതിനവൻ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ? അതൊക്കെ നമ്മൾ ഭദ്ര അവനെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനോ? പിന്നല്ലാതെ നീയല്ലേ ഞങ്ങളുടെ അടുത്ത് വന്ന് അവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞേ? ആഹാ, ദേ ഏട്ടൻ വരുന്നുണ്ടല്ലോ. ഇവനെന്താ കൊള്ളയടിക്കാൻ പോവാണോ? എൻ്റെ പൊണ്ണ് കണ്ട് നീ വാ ഒന്ന് അടിച്ചു വെക്ക്. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുക. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. തിരുമേനി വിളിച്ചിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അയ്യോ, പിള്ളേർ പോയല്ലോ. അമ്മ, പിള്ളേരെ കൂട്ടണ്ടെന്നാ പറഞ്ഞ്. നിങ്ങൾ പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ. അവർ വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് പോയിട്ട് വരാം. എന്നാ വാ, നമുക്കിറങ്ങാം. തിരുമേനി എന്താ വിളിപ്പിച്ച്? ആനന്ദേ, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ തിരുമേനി? എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. ദേവ, നമ്മുടെ കണക്കുകൂട്ടുകളൊക്കെ തെറ്റി. എന്തു അവൾ വീണ്ടും വന്നിരിക്കുന്നു അവളുടെ പ്രതികാരം ചെയ്യാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, അവളുടെ ശക്തി 2 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. തിരുമേനി, അതെങ്ങനെ? ഇതിൽ നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട്. ആര്യൻ്റെ പുനർജന്മം. അത് സംഭവിച്ചു കഴിഞ്ഞു. അതാ അവളുടെ ശക്തി ഇരട്ടിയാക്കാൻ കാരണം. ആ മാന്ത്രിക ബലയത്തിൽ നിന്ന് അവൾ പുറത്തായിട്ട് 3 വർഷമായി. പക്ഷെ അവൾ അവന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അവൻ വരാൻ ഒടുവിൽ അവനെത്തി. ആര്യൻ്റെ പുനർജന്മമാരാ തിരുമേനി? ആദിയുടെയും ദർശിൻ്റെ ഇളയ പുത്രൻ അഗ്നിദർശൻ. അവനാണ്. എന്നെ കൊണ്ട് ഇന്ദുവിനെ ഇനി തടയാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞ്? തിരുമേനി, ഇതിന് പരിഹാരമൊന്നുമില്ലേ? ഇല്ല ദേവ, പക്ഷേ എനിക്ക് മനസ്സിലാകാൻ കഴിയാത്തൊരു കാര്യം ഇതിലുണ്ട്. ദൈവിക ശക്തി അത് അഗ്നിയെ സംരക്ഷിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇന്ദുവിന് അവൻ തറവാട്ടിൽ കാലുകൂട്ടിയ സമയം തന്നെ അവനെ ഇല്ലാതാക്കായിരുന്നു. പക്ഷേ ആ ദൈവിക ശക്തി അതിന് സമ്മതിക്കുന്നില്ല. ഇന്ദുവിനൊരിക്കലും തറവാട്ടിൽ കയറിയിട്ട് അഗ്നിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അവനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ആ ദൈവിക ശക്തിക്ക് മാത്രമായിരിക്കും. ഇതിൽ നമുക്കൊന്നേ ചെയ്യാൻ കഴിയും: പ്രാർത്ഥിക്കുക. അഗ്നിക്ക് വേണ്ടിയല്ല, ആ കുട്ടികൾക്കും കൂടി വേണ്ടി. അവരുടെ ജീവനും ആപത്താണ്. ഒരു കാരണവശാലും അഗ്നിയെയോ ആ കുട്ടികളെയോ രാത്രി തനിച്ച് ഒറ്റയ്ക്ക് എവിടെയും വിടാൻ നിൽക്കരുത്. തിരുമേനി, നമ്മളിനി എന്താ ചെയ്യുക? നാളെ കാവിൽ കുട്ടികളെ കൊണ്ട് വിളക്ക് തെളിയിക്കുക. മറ്റന്നാൾ മുതൽ അമ്പലത്തിലെ ഉത്സവത്തിൽ അവരെ മുടങ്ങാതെ പങ്കെടുപ്പിക്കുക. ഇത് ആ ദൈവിക ശക്തി വർദ്ധിക്കാൻ സഹായിക്കും. പക്ഷേ തിരുമേനി, പിള്ളേർക്കിതൊന്നും അറിയാം, ഇതൊന്നും വിശ്വാസം കാണില്ല. പക്ഷേ അവരുടെ ജീവന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതിത് മാത്രമായിരിക്കും. നിങ്ങളത് മുടങ്ങാണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ശരി തിരുമേനി, ഞങ്ങളത് ശ്രദ്ധിച്ചോളാം. എന്നാൽ നിങ്ങൾക്ക് ഇറങ്ങാം. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യമൊന്നും നിങ്ങൾ മറക്കണ്ട. അതൊക്കെ മുടങ്ങാതെ ചെയ്യുക. ഏട്ടാ, എൻ്റെ കുഞ്ഞ്. നീ ഇങ്ങനെ കരയാതെ, അവനൊന്നും സംഭവിക്കില്ല. അത് തന്നെ, നമ്മൾ ജീവനോടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ പിള്ളേർക്കൊന്നും വരാൻ നമ്മൾ സമ്മതിക്കില്ല. അങ്ങനെ ബീച്ചെത്തി. ഹാ, എന്താ ഒരു കാറ്റ്! നന്ദു, നിക്ക്, ഞാനും ഉണ്ട്. ഓ, എന്തോ വലിയ സമാധാനം കിട്ടിയ പോലെ അല്ലേ ഏട്ടാ?
നിന്നോട് ഞാൻ പറഞ്ഞു വെള്ളം തെറിപ്പിക്കല്ലേന്ന്. പറഞ്ഞാൽ കേക്കില്ല അല്ലേ? ഏട്ടാ സോറി, ഇനി ചെയ്യില്ല. സെത്തു ആണല്ലോ. ഹലോ, എടാ കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കാൻ വയ്യ. ഇവൻ എന്തായിരിക്കും ഇപ്പോൾ വിളിച്ചേ? എന്തെങ്കിലും അത്യാവശ്യം കാണുമോ? മഹിയേട്ടാ. എന്താ ഭദ്ര? ഏട്ടാ, ഇവിടെ റേഞ്ച് ഇല്ല, ഞാൻ പോയൊന്ന് കോൾ ചെയ്തിട്ട് വരാം. ശരി, ദൂരേക്കൊന്നും പോകരുത് കേട്ടോ. സംസാരിച്ച് ഈ കാറ്റാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ കയറി വന്നോ ഞാൻ? അല്ലേലും ആ പ്രേമരോഗികളുടെ ഇടക്ക് നിൽക്കുന്നതിലും നല്ലത് ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നതാ. അതെന്താ? ചിലപ്പോ എനിക്ക് തോന്നിയതാവും. ഭദ്ര. അഗ്നി പ്ലീസ്, നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഹേയ്, താനിങ്ങ് നോക്കിയേ, താൻ ഓക്കെ അല്ലേ? ഞാൻ അവിടെ. അഗ്നി, നീ അഗ്നി വേണ്ട പ്ലീസ്. എന്തേ, പേടി തോന്നുന്നുണ്ടോ നിനക്ക്? അഗ്നി വേണ്ട. ഭദ്ര. എൻ്റെ ദേവി, ഇനി ഇവനും വല്ലം. ദേ പോത്തെ, നീ എന്തും നോക്കി നിൽക്കുക? ഈ കുറ്റിക്കാട്ടിൽ എന്തുവാ നീ ചെയ്യുന്നേ? കിച്ചു. എന്താ പറ്റിയേ? നീ ഓക്കെ അല്ലേ? നീ ഇവിടെ എന്താ തനിച്ച് ചെയ്യുന്നേ? അത് ഞാൻ കോൾ ചെയ്തപ്പം അറിയാണ്ട് ഇങ്ങോട്ട് വന്നു പോയതാ. ആ കൊള്ളാം. അല്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വാ, അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, നമുക്ക് പോവാം. നിന്നെയൊക്കെ എത്ര തവണ മാറിയും തിരിഞ്ഞ് ഫോണിൽ വിളിക്കണം, ഒന്ന് എടുത്തൂടെ? അതിന് ഞങ്ങൾക്ക് കോളൊന്നും വന്നില്ലല്ലോ. അത് തന്നെ, ഞങ്ങൾക്കൊന്നും വന്നില്ലല്ലോ. സമയം 9 ലേറ്റ് ആയെങ്കിൽ അതെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? അതിന് ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ പോയേ. പറഞ്ഞിട്ടാണ് പോയെന്ന് വെച്ച് ഒന്ന് വിളിച്ച് പറഞ്ഞൂടെന്നുണ്ടോ? നിങ്ങൾക്കിതെന്താ പറ്റിയേ? പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടാഞ്ഞ ടെൻഷനിൽ അവർ പറഞ്ഞതാ. നിങ്ങളത് വിട്ടേര്. അത് തന്നെ, നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ട. അല്ല, നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ഏയ് ഇല്ല, ബീച്ചിൽ നിന്ന് സമയം പോയത് അറിഞ്ഞില്ല, പിന്നെ ഞങ്ങളിങ്ങ് പോന്നു. എന്നാ നിങ്ങൾ വന്നിരിക്കെ, ഞാൻ വല്ലതും കഴിക്കാനെടുക്കാം. എനിക്കൊന്നും വേണ്ട, ഞാൻ കിടക്കാൻ പോവുക. ദേ കൊച്ചേ, വല്ലതും കഴിച്ചിട്ട് പോ. ഉച്ചയ്ക്ക് നീ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? ദേ ഭദ്ര, വെറുതെ വാശി പിടിക്കരുത്. നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. വല്ലതും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. അമ്മയ്ക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവൂലേ? എന്നെ ഒന്ന് വെറുതെ വിട്. ഇവൾ പറഞ്ഞാ കേക്കില്ലെന്ന് വെച്ച് എന്ത് ചെയ്യാനാ? എന്റെ ദേവു, അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. നീ ഇവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്ക്. എൻ്റെ ദേവി, കിടന്നിട്ടാണെ ഉറക്കവും വരുന്നില്ല. ഭദ്ര ഉറയും കാണുമോ? ഒന്ന് ചെന്ന് നോക്കിയാലോ? ഭദ്ര, എന്താ ഇത്? ആഹാ, ആരാ ഇത്? എൻ്റെ മിത്തു കൊച്ചോ? എന്താണ് ഈ വഴിയൊക്കെ? ഭദ്ര, നീ ഇതെപ്പോഴാ തുടങ്ങിയേ? ദേ ഇപ്പം തുടങ്ങിയുള്ളൂ. ഇത് 3ാമത്തെ ബോട്ടിലാ.
ഭദ്ര, മതി. നീ ആ ബോട്ടിലൊക്കെ ഇങ്ങ് തന്നിട്ട് കിടന്നുറങ്ങാൻ നോക്കിയേ. ചേച്ചി പ്ലീസ്, എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ട. ഭദ്ര, അപ്പോൾ നീ ഞങ്ങളോട് കള്ളം പറഞ്ഞയാണോ? അതെ, എനിക്ക് പറ്റാഞ്ഞിട്ട. അവിടുത്തെ ഒച്ചയും ബഹളവും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കള്ളത്തരം പറഞ്ഞ്. അത് പോട്ടെ, സാരമില്ല. നീ അത് വിട്ടേര്. നീ അതൊക്കെ ഇങ്ങ് തന്നെ. അമ്മ കണ്ടോണ്ട് വന്നാൽ എന്താ സംഭവിക്കാമെന്നറിയാലോ. ഒരു തവണ നിങ്ങളെല്ലാവരും കൂടി എന്നെ വേദനിപ്പിച്ചതല്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല ചേച്ചി. ഡാ, ചേച്ചി അറിഞ്ഞുകൊണ്ടല്ല അന്ന് നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞേ. എനിക്കറിയാം ചേച്ചി, നിങ്ങളൊന്നും മനഃപൂർവ്വം എന്നെ വേദനിപ്പിക്കണമെന്ന് വെച്ച് ചെയ്തതല്ല. ഭദ്ര, ഐ ആം സോറി. അന്ന് എല്ലാവരും വഴക്ക് പറയുന്ന കൂട്ടത്തിൽ ഞാനും നിന്നെ ഒരുപാട് പറഞ്ഞു. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ചേച്ചി മാത്രമല്ല ചേച്ചി, ഇവിടെ ആരും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഭദ്ര, മതിയിടാ. ഇതിപ്പോൾ തന്നെ കുറച്ച് കൂടുതലായി. ഇതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ, ഇതിൽ കൂടുതൽ എനിക്ക് താങ്ങാൻ കഴിയും. ഐ ആം സോറി ഭദ്ര. ആയിഷ്, എന്താണിത്? എൻ്റെ മെത്തൂട്ടി കരയുന്നു. ഈ കണ്ണീരൊക്കെ ഒന്ന് തുടച്ച് പോയി കിടന്നുറങ്ങാൻ നോക്കിയേ. ഇല്ല, ഇന്ന് ഞാൻ നിൻ്റെ കൂടെയാണ് കിടക്കാൻ പോകുന്നത്. വേണ്ട ചേച്ചി, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. ചേച്ചി പോയിക്കോ. ഓ എൻ്റെ മിത്തു, നീ ഒന്ന് ചെല്ലാൻ നോക്ക്. ഞാൻ നാളെ രാവിലെ ആകുമ്പോൾ ഓക്കെ ആയിക്കോളൂന്നേ. അതെ, മതി കേട്ടോ. ഇനി കരഞ്ഞു കഴിഞ്ഞാൽ മുഖമൊക്കെ കടന്നൽ കുത്തിയ പോലെ ഇരിക്കും. എന്നിട്ട് വേണം രാവിലെ ആകുമ്പോൾ നിന്റെ കാമുകനും അമ്മയും കൂടി എന്നെ വന്ന് തല്ലാൻ. എന്നാൽ ഇതൊക്കെ മതിയാക്കി കിടക്കാൻ നോക്ക്. ഞാൻ ചെല്ലുക. ശരി, എന്നാൽ ഗുഡ് നൈറ്റ്.